നവകേരള സദസ്സ് സമാപന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വ്യാപക സംഘർഷം. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ പോലീസ് വാഹനം കയറിയിറങ്ങി. നവകേരള സദസ്സിന്റെ ബസ് കുറുകെ നിന്ന് തടയാൻ ശ്രമിച്ചതോടെ പ്രദേശത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷവുമുണ്ടായി. ആറ്റിങ്ങലിൽ സദസ്സ് കടന്നുപോയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹൈലിന്റെ വീടും വാഹനവും ഡിവൈഎഫ്ഐക്കാർ തകർത്തു. ഇതിന് പകരമായി ആറ്റിങ്ങൽ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജിലിന്റെ വീട് യൂത്ത് കോൺഗ്രസുകാർ തകർത്തു. നവകേരള സദസ്സ് അവസാനിക്കുന്ന നാളെ തന്നെയാണ് UDFന്റെ DGP ഓഫീസ് മാർച്ചും. അക്രമവും തെരുവ് യുദ്ധവും പ്രതിരോധിക്കാൻ പോലീസിന്റെ വൻ വിന്യാസമാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. സദസ്സ് അടിച്ചു തീരുമോ? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM സംസ്ഥാന സമിതി അംഗം, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, അജിമോഹൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നാളെ കാണാം എന്ന് കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ തന്നെയാണ് നവകേരള സദസ്സ് സമാപിക്കുന്ന ദിവസവും. ആയിരക്കണക്കിന് പോലീസുകാരെയാണ്, അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പോലീസ് സേനയെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമായി വിന്യസിച്ചിരിക്കുകയാണ്. നാളെ അടിച്ചു തീർക്കാൻ പോവുകയാണോ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും, അല്ലെങ്കിൽ സർക്കാരും പ്രതിപക്ഷവും? നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട കാനൻ രാജേന്ദ്രൻ്റെ നിര്യാണത്തോടെ മാറ്റിവെക്കപ്പെട്ട 4 മണ്ഡലങ്ങളിലെ സദസ്സ് ജനുവരി 1-2 തീയതികളിൽ എറണാകുളത്ത് നടക്കാനുണ്ട്. നാളത്തെ കൊണ്ട് നവകേരള സദസ്സ് പൂർണ്ണമായി അവസാനിക്കുന്നില്ല. മാത്രമല്ല, ഈ നവകേരള സദസ്സിൽ ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് നൽകിയിട്ടുള്ള പരാതികളുണ്ട്. ആ പരാതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക, അതിനെല്ലാ വകുപ്പുകളെ സജ്ജരാക്കുക, അതനുസരിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് ആ വിഷയങ്ങളുടെ പരിഹാരം കാണുക എന്ന തീവ്രയത്നത്തിലേക്ക് കേരളത്തിലെ മന്ത്രിസഭയും ഉദ്യോഗസ്ഥന്മാരും കടക്കാൻ പോവുകയാണ്. അങ്ങനെ എന്താണോ നവകേരള സദസ്സ് മുന്നോട്ട് വെച്ചത്, അതിന് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന വിധമുള്ള തീവ്ര പ്രവർത്തനങ്ങളിലേക്ക് കേരളം പോവുകയാണ്. നിരാശയോടുകൂടി എല്ലാ കാലവും കേരളത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന, നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDF നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം, അതിലിപ്പോൾ UDF ഒരുമിച്ച് അത്തരമൊരു വിധ്വംസക നിലപാടിന് നിൽക്കുന്നില്ല എന്ന് കാണുന്നു. കുറച്ച് കോൺഗ്രസ്സാണ് തീവ്രമായി നിൽക്കുന്നത്. മറ്റു പല കൂട്ടരും പല രംഗത്തും കാണുന്നുമില്ല. എന്തായാലും കോൺഗ്രസ്സുകാർ നിരാശയുടെ പടുകുഴിയിലാണ്. അവർ യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായിട്ടല്ല, പിണറായിക്കെതിരായിട്ടാണ് ഒരു രാഷ്ട്രീയം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ മോദിയാണോ വിചാരണ ചെയ്യേണ്ടത്, പിണറായിയാണോ വിചാരണ ചെയ്യേണ്ടത്? കേരളത്തിലെ LDF സർക്കാർ 5 കൊല്ലാദ്യം കഴിഞ്ഞു, ഇപ്പോൾ 2.5 കൊല്ലമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2.5 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ. സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ 5 കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇന്ന് രാജ്യത്ത് ഈ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ട് നിരോധനം പോലുള്ള നിരവധിയായ വിഷയങ്ങളുടെ ഭാഗമായി ജനജീവിതം വല്ലാത്ത തകർച്ചയിലാണ്. വിലക്കയറ്റമടക്കമുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ രാജ്യത്ത് അഭിസംബോധന ചെയ്യുകയാണ്. തൊഴിലില്ലായ്മയാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാർ കേൾക്കുന്നില്ല, സുധാകരൻ കേൾക്കുന്നില്ല. സുധാകരൻ വളരെ ബോധപൂർവം BJPയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയത്തിൻ്റെ പുതിയ ഭൂമികയെ ഇവിടെ സൃഷ്ടിക്കുക. അങ്ങനെ മോദിക്കെതിരായിട്ടല്ല, പിണറായിക്കെതിരായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് എന്ന ഒരു വേറിട്ട രാഷ്ട്രീയം കേരളത്തിൽ പയറ്റുമ്പോൾ അത് കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കുമോ? നരേന്ദ്രമോദിക്ക് പിന്തുണയാകുന്നു കോൺഗ്രസിന് കൊടുക്കുന്ന ഓരോ വോട്ടും. ഇത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ആറ്റിങ്ങലിൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് നവകേരള സദസ്സ് യാത്ര ചെയ്ത ഇടങ്ങളിലെല്ലാം തന്നെയും വലിയ തോതിലുള്ള സംഘർഷമാണ് എന്നുള്ളത്. നോക്കൂ, ഇത് നാളത്തേക്ക് കൂടി വ്യാപിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലൊരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുവാൻ ഭരണപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ അനുവദിക്കരുത്. അതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ, ഒരുപക്ഷെ LDFകാരോ UDFകാരോ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകരുതെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, എത്ര 20-30 ദിവസങ്ങളായിട്ട് ഈ നടന്നു വരുന്ന ഈ ഒരു ഘോഷയാത്ര, ആ ഘോഷയാത്രയ്ക്ക് അവസാനം ഘോഷയാത്രയിൽ ഉടനീളം എന്താണ് സംഭവിച്ചതെന്നുള്ളത്
ഞാൻ നികേഷുമായിട്ടുള്ള ചർച്ചയിലും സ്മൃതിയുമായിട്ടുള്ള ചർച്ചയിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതെന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ, ചില പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്, അതിനുശേഷം ഇന്നലെ ഉണ്ടായ KSUവിൻ്റെ മാർച്ച്, ഇതൊക്കെ അതിനോടുള്ള ചില പ്രതികരണങ്ങളാണ്. അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ അങ്ങ് രക്ഷിച്ചു കളയാം, ഹെൽമെറ്റ് കൊണ്ടടിച്ചും അല്ലെങ്കിൽ പൂച്ചണ്ടി കൊണ്ടടിച്ചും ഒക്കെ ജനങ്ങളെ അങ്ങ് രക്ഷിക്കാം. അപ്പോൾ നമ്മൾ താങ്കളുമായിട്ടുള്ള ഒരു ചർച്ചയിലാണെന്ന് തോന്നുന്നു ഒരു CPM-നെ പ്രതികരിച്ച് വന്ന ആൾ പറഞ്ഞ പോലെ ഞങ്ങൾ പിന്നെ പ്രളയത്തിൻ്റെ സമയത്ത് അതുപോലുള്ള കെടുതികളുടെ സമയത്തൊക്കെ മാറോട് ചേർത്ത് പിടിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരെ രക്ഷിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ എനിക്കിവിടെ ഭരണകക്ഷിയോടല്ല പറയാനുള്ളത്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇതൊന്നും പിണറായി വിജയൻ കണ്ടിട്ട് പോലുമില്ലല്ലോ. കേരളത്തിൽ നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. അതിങ്ങനെ ഒരു അശ്വമേധം പോലെ ഇങ്ങനെ ആർത്തലച്ച് വരികയാണല്ലോ. അപ്പോൾ വാസ്തവത്തിൽ പ്രതിപക്ഷം കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണം. അത്തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കരുത് എന്നാണ് എനിക്ക് ഇതിൻ്റെ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്. കാരണം എനിക്ക് ഭരണപക്ഷം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായി എന്തെങ്കിലും ഒരു പ്രതികരണം അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ഒന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ കണ്ടതാണ്. ഗവർണറുമായിട്ടുള്ള SFIയുടെ തെരുവ് യുദ്ധത്തിൻ്റെ സമയത്തും നമ്മൾ കണ്ടതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതുകൊണ്ട് പ്രതിപക്ഷമെങ്കിലും കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കുന്നത് നന്നായിരിക്കും. പിന്നിപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അനിൽകുമാർ, ഞാൻ സ്ക്രീൻ എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് കോട്ടയത്തു നിന്നുള്ള അനിൽകുമാറാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഇവിടെ മറ്റൊരു രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവും. അനിൽകുമാറെ, കേരളത്തിലെ രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രതിപക്ഷങ്ങളൊക്കെ ഒന്നിച്ചു നിന്നതാ, കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും BJP എന്നോ മോദി എന്നോ നോട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്. അതിനനുസരിച്ചുള്ള അജണ്ടകളായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നു, എന്തിനാണത്? UDF-നെ തോൽപ്പിക്കാൻ. നിങ്ങൾ ഈ ഒരു പ്രചരണ മാമാങ്കം, ഘോഷയാത്രാ മാമാങ്കം നടത്തുന്നു, എന്തിനാണ്? UDF-നെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താനോ അല്ലെങ്കിൽ പൊതുജന വികാരമോ വളർത്തിക്കൊണ്ടുവരാം. അതാണ് LDF അതാ ചെയ്യുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം തൽക്കാലം ഇത് തന്നെയാണ്. അവിടെ BJP അല്ല, മോഡിയല്ല, ആരാണ് അപ്പുറത്ത് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം തുടരുക തന്നെ. അത് വളരെ പ്രായോഗികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരെന്തോ മോഡിയെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരിനെയും LDF 20 സീറ്റും ജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് അതല്ല രാഷ്ട്രീയം. മർദ്ദനമേറ്റിരുന്നു. ഇപ്പോ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരു വ്യാപകമായ സംഘർഷ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ് തല്ല് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ നിലയിലാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ അജിമോൻ? ഒരു യൂത്ത് കോൺഗ്രസ് പെർസ്പെക്റ്റീവിൽ എന്താണ് താങ്കൾ കരുതുന്നത്? അല്ല, ശ്രീ നികേഷ് കുമാർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഒരു അക്രമ രാഷ്ട്രീയത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും ഒരു കാലത്തും കോൺഗ്രസോ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനങ്ങളോ കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. ഞങ്ങൾ നിലനിൽപ്പിനായിട്ട്, അതായത് ഞങ്ങളെ അങ്ങ് കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഞങ്ങളുടെ പ്രവർത്തകർ, ഞാനടക്കമുള്ള പ്രവർത്തകർ ഞങ്ങളുടെ മൗലിക അവകാശം വിനിയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം ഉൾക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ആ പ്രതിഷേധം അറിയിക്കാനുള്ള ഞങ്ങളുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം പോലും ഹനിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ യാത്ര നടത്തുന്നത്, ഈ ധൂർത്ത് യാത്ര നടത്തുന്നത്. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവസരമൊരുക്കാതെ കരുതൽ തടങ്കൽ എന്ന പേരിൽ ഞങ്ങളെ മാത്രം മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കാണും, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ കുറുവടിയുമായി നിന്നപ്പോൾ പോലും അവരെ യാതൊരു തരത്തിലും കാരണം പറഞ്ഞ്, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അല്ലെങ്കിൽ അത് ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവരെ കരുതൽ തടങ്കൽ വെക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSU നേരിടുന്നത് ഒരു വലിയ പ്രശ്നം. ഞങ്ങൾ പിണറായി വിജയന്റെ പോലീസിന്റെ ആക്രമണം നേരിടണം, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘത്തെ, ഈ ഡിവൈഎഫ്ഐക്കാർ മുഴുവൻ പേരും കുഴപ്പക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല.
പക്ഷേ ഡിവൈഎഫ്ഐയിലെ ഒരു സംഘം ചെറുപ്പക്കാർക്ക് കൃത്യമായ ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളുടെ നിലപാടുകൾ ആക്രമണത്തിലൂടെ ഇല്ലാതാകില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇല്ലാതാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ആക്രമണത്തെ ഞങ്ങൾ ചെറുക്കണം. പോലീസിലെ താങ്കൾക്ക് രണ്ട് കാലുകളും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കൾ എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിക്കാൻ പോകുന്നു. താങ്കളെ പോലീസ് പിടിച്ചു മാറ്റുന്ന ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐക്കാർ വന്ന് പുറകെ നിന്ന് ചവിട്ടുന്നത്. കേരളം അതിനെ അപലപിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാട്ടാക്കടയിൽ കണ്ട എന്താണ്, മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് വഴിയിൽ തടയാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് വാഹനത്തിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെ പിടിച്ചു മാറ്റുന്ന ജീവൻ രക്ഷാമാർഗമാണ് ഡിവൈഎഫ്ഐക്കാർ അവലംബിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇന്ന് കാട്ടാക്കടയിൽ വാഹനങ്ങൾ നടുവിൽ നിന്ന് തടയാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു അഭികാമ്യമായ സമരം തന്നെയാണോ ഷിയാജിമോൻ? അല്ല, ശ്രീ നികേഷ് കുമാർ, താങ്കൾ പറഞ്ഞു എന്റെ കാര്യത്തിൽ കേരളം അതിനെ അപലപിച്ചു എന്ന് പറയുന്നു. കേരളം അതിനെ അപലപിച്ചു എന്ന് പറയുമ്പോൾ ഈ ഭരണമുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരൊക്കെ ഇതിനെ അപലപിച്ചു? LDF കൺവീനറുടെ വാക്കുകൾ നിങ്ങൾ കേട്ടതാണ്. LDF കൺവീനർ വളരെ നികൃഷ്ടമായിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മൾ ഭരണതലത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയ പദപ്രയോഗം നടത്തിയിട്ടാണ് ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന ഞാനടക്കമുള്ള സഹോദരങ്ങളെ വളരെ നികൃഷ്ടമായ രീതിയിൽ പ്രതികരിക്കുന്നു. ഭിന്നശേഷിത്വം അനുഭവിക്കുന്നവർക്ക് ഈ നാട്ടിൽ പ്രതികരിക്കാനും ഈ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്താനും അവകാശമില്ലേ? ഞങ്ങൾക്കും അവകാശമുണ്ട്. ഞാൻ കഴിഞ്ഞ 14 വർഷത്തിലധികമായി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി, അതുപോലെ അതിനു മുമ്പ് KSUവിന്റെ ഭാഗമായി നിന്നൊരു വ്യക്തിയാണ്. ഈ പ്രാദേശികമായി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഞാൻ ആദ്യമായിട്ടല്ല ഒരു സമര രംഗത്തേക്ക് വരുന്നത്. എന്റെ ഭിന്നശേഷിത്വം കൊണ്ട് ഞാനൊരു സിമ്പതിയുടെ പുറത്തല്ല ഞാൻ അവിടേക്ക് എത്തിച്ചേർന്നത്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ അവസരങ്ങളിലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രഖ്യാപിക്കുന്ന എല്ലാ സമരങ്ങളിലും പങ്കെടുക്കാറുള്ള ഒരാളാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരെ അവിടെ കായംകുളത്ത് നടന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ സഹപ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ മർദ്ദിക്കുക. അവിടെ കേരളത്തിന്റെ ക്രമസമാധാനം നിലനിർത്താൻ പാലിക്കപ്പെടുവാൻ ഇവിടെ പോലീസ് സംവിധാനമുള്ളപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അഴിച്ചുവിട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെതിരെയും വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? ഈ നമ്മുടെ കേരള സംസ്ഥാനം ഇപ്പോഴും ജനാധിപത്യത്തിന് അധിഷ്ഠിതമായി അല്ലേ മുന്നോട്ട് പോകുന്നത്? ആ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനം ഞങ്ങൾ തടഞ്ഞു നിർത്തുന്നു. നവകേരള സദസ്സിന് എതിരായ നിലപാട് എന്തുകൊണ്ട് UDF സ്വീകരിക്കുന്നു എന്നുള്ള തുടർച്ചയായിട്ടുള്ള ചോദ്യം ഭരണപക്ഷത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഒരു വിശാലമായ ചോദ്യമായി പോകും. അതുകൊണ്ട് അത് വേണോ ഈ ഘട്ടത്തിൽ എന്ന് ഞാൻ ആവർത്തിച്ച് ആലോചിക്കുകയായിരുന്നു. ഏതായാലും ഞാൻ ചോദിക്കാം. നോക്കൂ, നവകേരള സദസ്സിന് ബദലായിട്ടാണ് പ്രതിപക്ഷം UDF വിചാരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ശ്രീ അജിമൻ കണ്ടലൂർ, നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ എന്താ തീരുമാനിക്കുന്നതെന്ന് അറിയാമോ? നവകേരള സദസ്സിന് എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നോ അത്ര തന്നെ പ്രാധാന്യം വിചാരണ സദസ്സിനും കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ 140 മണ്ഡലങ്ങളിൽ നിങ്ങൾ വിചാരണ സദസ്സ് പൂർത്തിയാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഫുട്ടേജ് വാർത്ത കൊടുക്കാൻ പോലുമുള്ള ഒരു ഗൗരവമുള്ള പരിപാടിയായി അത് മാറിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പോലുള്ള UDF നേതാക്കൾ പറഞ്ഞ എന്താണ്, ഞങ്ങൾ നവകേരള സദസ്സിനെതിരല്ല, ഞങ്ങളൊരു ബദൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്, അതാണ് വിചാരണ സദസ്സ്. ഞങ്ങൾ വിചാരണ സദസ്സ് വിജയകരമാക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്, ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നീട് സ്വാഭാവികമായിട്ടും അതിനകത്ത് ചിലപ്പോൾ അക്രമ സംഭവങ്ങളുണ്ടാവും, കരിങ്കൊടി കാണിക്കേണ്ട അവസ്ഥ നിങ്ങളിൽ സംജാതമായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പരിപാടി പൊളിഞ്ഞു പോയി. ശ്രീ അജിമോൻ കണ്ടല്ലൂർ, എന്തുകൊണ്ട് ഒരു സംഘടന നടത്തുന്ന പരിപാടി അല്ലെങ്കിൽ ഒരു മുന്നണി നടത്തുന്ന പരിപാടി പൊളിഞ്ഞു പോയാൽ അത് എന്തുകൊണ്ട് പൊളിഞ്ഞു പോയി എന്നൊരു വിശകലനം നടത്തില്ലേ? ഒരു ആത്മപരിശോധന നടത്തില്ലേ? നടത്തിയിട്ടുണ്ടോ? പകരം എന്താണ് ചെയ്യുന്നത്? സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയുടെ പിന്നാലെ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു പരാജയമല്ലേ? നികേഷ് കുമാർ, താങ്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ മാധ്യമങ്ങൾ അടക്കം നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയുണ്ട്. അത് സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ സദസ്സിന്, കുറ്റവിചാരണ സദസ്സിന് എത്ര പ്രാധാന്യം നിങ്ങൾ നൽകുന്നുണ്ട്? നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കുറ്റവിചാരണ സദസ്സിനെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കുറ്റവിചാരണ സദസ്സിനെ ഡീഗ്രേഡ് ചെയ്യുകയും അതാകും ഡീഗ്രേഡ് ആവുക. അതായത് ആ കുറ്റവിചാരണ സദസ്സിന്റെ ഫുട്ടേജ് കൊടുത്തു പോയാൽ അത് UDFന് മാനക്കേട് ഉണ്ടാകും.
കാരണം കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ 2 കൈവിരലിലും എണ്ണാവുന്നതോ അല്ലെങ്കിൽ 2 കൈവിരലോ 2 കാൽവിരലിലോ എണ്ണാവുന്ന അത്രയും ആൾക്കാരെ പങ്കെടുത്തതായി കണ്ടിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട ദൃശ്യങ്ങൾ പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ മണ്ഡലത്തിലെ കുറ്റവിചാരണ സദസ്സിലെ ആൾക്കൂട്ടാണ്. എത്ര ആളുണ്ടാവും? ഒരു 50 പേരുണ്ടാവും. നിങ്ങൾ ഒരു സദസ്സിൽ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് വിഷ്വലുകളാണ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് പ്രോഗ്രാം നടന്നില്ലേ? ഹരിപ്പാട് നടന്ന പ്രോഗ്രാമിലെ ജനപങ്കാളിത്തം താങ്കൾ കണ്ടില്ലേ? ഹരിപ്പാട് നടന്ന ജനപങ്കാളിത്തം താങ്കൾ കണ്ടില്ലേ? തർക്കിക്കുന്നില്ല. ഹരിപ്പാട് നടന്ന ജനപങ്കാളിത്തം താങ്കൾ കണ്ടില്ല? എരിപുരത്ത് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം പലയിടങ്ങളിലും കരിങ്കൊടി ഉണ്ടായെങ്കിൽ പോലും സംഘർഷം ഉണ്ടായില്ല. പിന്നീട് എറണാകുളത്ത് വെച്ച്, പിന്നീട് ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ നേരിട്ട് ആക്രമിക്കുകയാണ്. പിന്നീട് കൊല്ലത്ത് വെച്ച്, ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച്. നോക്കൂ, ഗവൺമെൻറ് ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ആ പരിപാടി ഭംഗിയായി നടത്തി കൊണ്ടുപോകാനല്ലേ ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്? ഒന്ന്, പോലീസ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുക, മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അതിക്രൂരമായി മർദ്ദിക്കുക, പിന്നെ ഈ വോളണ്ടിയർമാർ എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാരെ ഇറക്കി ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ, അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, സംഘർഷമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആർക്കാണ് പിടിപ്പുകേടില്ല എന്ന് ജനം വിലയിരുത്തുക? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സംസ്ഥാന സർക്കാരല്ലേ? പിണറായി വിജയനല്ലേ? ഇവിടെ മന്ത്രിമാരെല്ലാവരുടെ ഓരോരോ വാഹനങ്ങൾ വന്നാൽ ഇവർക്ക് മന്ത്രിമാരെ ആരെയെങ്കിലും കിടന്ന് ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്താൽ നവകേരള യാത്ര സുഗമമായി മുന്നോട്ട് പോവില്ലല്ലോ. അപ്പോൾ ഒരു ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം എന്നൊരു തീരുമാനമെടുത്തു. അതിനാണ് നമ്മൾ 4 ദിവസം ചർച്ച ചെയ്തത്. ആ ബസ് എന്തെല്ലാം സംഭവമുള്ളതാണ്, അതിൻ്റെ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ദൂർത്താണ്. ഈ യാത്രയിൽ എന്ത് ദൂർത്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രി മന്ത്രിമാരുടെ ഒരു വണ്ടിയെ വരുന്നു, അവരൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്നു, 4 സ്ഥലത്താണ്, അവിടെ പരാതികൾ സ്വീകരിക്കുന്നു, രാവിലെ ഒരു പ്രഭാത യോഗം നടത്തുന്നു, ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഇതിനിടയ്ക്ക് മന്ത്രിമാർ നാട്ടുകാരുമായി സംവദിക്കുന്നുണ്ട് രാവിലെ മുതൽ. ഇതിലെന്ത് ദൂർത്താന്ന് മനസ്സിലായില്ല. സർക്കാർ 2.5 കൊല്ലക്കാലം കഴിയുമ്പോൾ ആ മന്ത്രിമാർ ഞങ്ങൾ ചെയ്ത കാര്യം അല്ല, ദയവായി ഒരു വാക്കൂടെ, ഞങ്ങൾ ഒരു സർക്കാർ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നാൽ ഇവര് താങ്കളുടെ ചർച്ചയിൽ എന്നെ ക്ഷണിക്കുമ്പോൾ ശ്രീ നികേഷ് കുമാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നികേഷ് കുമാർ, താങ്കളുടെ ചർച്ചയിൽ എന്നെ ക്ഷണിച്ചത് എന്റെ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രതിനിധിയായിട്ടല്ല എന്നെ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഞാൻ എന്നെ പാർട്ടി ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. എന്നെ ഭിന്നശേഷിത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയാണ് താങ്കൾ എന്നെ ക്ഷണിച്ചത്. പക്ഷെ താങ്കൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല ഇവിടെ വരുന്നത്. താങ്കൾ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ എന്നെ ഉൾപ്പെടുത്തണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ ഒരു അജ്മോൻ കണ്ടല്ലൂര് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ നിലയിലുള്ള ഡയറക്ഷൻ ലഭിച്ചിട്ടുണ്ടാകും. അത് ഞാൻ മാനിക്കുന്നു. താങ്കളുടെ ഭിന്നശേഷി പ്രശ്നത്തിലുണ്ടായിട്ടുള്ള അക്രമവുമായി ബന്ധപ്പെട്ട് ഒരു ഡയറക്ഷനും ലഭിച്ചിട്ടില്ല. താങ്കളടക്കമുള്ള ഈ ചാനലില് താങ്കളടക്കമുള്ള ചാനലിൽ നിന്ന് താങ്കളുടേതടക്കമുള്ള ചാനലിൽ നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല. ഒരു ഡയറക്ഷൻ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? ഞാൻ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ എന്റെ പ്രതികരണങ്ങളിലേക്ക് നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല. ഈ EP ജയരാജൻ അടക്കമുള്ള ചർച്ചയാണ്. ഒരു മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് വരുമല്ലോ. ഇത് ഒരാളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ചർച്ചയല്ല. അജിമോൻ കണ്ടല്ലൂർ, ഒന്ന് കേൾക്കൂ ദയവായി സർ. അങ്ങയോടുള്ള പൂർണ്ണ ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ്. നോക്കൂ, നമ്മൾ ഒരു ചർച്ച എന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യം ഞാൻ കേട്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിനെയാണ് കേൾക്കുന്നത്. വീണ്ടും താങ്കളിലേക്ക് വരും. അപ്പോൾ ഇനി ഏതെങ്കിലും പോയിന്റ് താങ്കൾക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുകയാണ് എങ്കിൽ അടുത്ത ഘട്ടത്തിൽ അതുകൂടി കൂട്ടിച്ചേർക്കാം. താങ്കളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നോടിയായി തന്നെ അതുകൂടി കൂട്ടിച്ചേർക്കാം. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. താങ്കൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിട്ടില്ലെങ്കിലും പോലും ചർച്ചകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തുടരുക.
അപ്പം അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ത് ധൂർത്താണെന്നും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് UDF-നെ പറയാം. അപ്പോൾ അവർ കുറ്റപത്രം തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിലെ മന്ത്രിസഭയോട് പറയാം, എന്താ ഇന്നാണ് കുറ്റപത്രം, നവകേരള സദസ്സിനോട് ഞങ്ങൾ എന്തുകൊണ്ട് വിയോജിക്കുന്നു. അവർ കേരളത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു നാളെ ഒരു ദിവസം കൂടിയുണ്ട്, നിങ്ങൾ നിലപാട് തിരുത്തുമോ. എന്തിനാ ഈ കരിങ്കുടി കാണിക്കുന്നത്? പണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുന്ന കുറേ കരിങ്കുടി ഉണ്ടായിരുന്നു. സ്വപ്നയ്ക്ക് 6 കോടി രൂപ ഈ ശിക്ഷ വീഴ്ചയോടുകൂടി പിന്നെ ഇപ്പൊ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. കല്യാശ്ശേരിയിൽ ഇങ്ങനെ ചില വിദ്വാൻമാര്, അല്ല ഞാൻ പറയുന്നത് കല്യാശ്ശേരിയിൽ, അതെ കല്യാശ്ശേരിയിൽ ഇങ്ങനെ വന്ന് കുറെ പേര് ഈ ചാടാനായിട്ട് നിൽക്കും എന്ന് നമുക്കെങ്ങനെ അറിയാം? നമുക്കെങ്ങനെ അറിയാൻ പറ്റും? പെരുമ്പാവൂർ എറിയാനായിട്ട് ഷൂസുമായിട്ട് നിൽക്കും നമുക്കെങ്ങനെ അറിയാം? അറിഞ്ഞതെല്ലുണ്ട്, അതിപ്പോൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അപ്പം ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇവർ സംഘടിക്കുമ്പോൾ പോലീസിന് പോലും വിവരമില്ല. പക്ഷെ അവിടെ യാദൃശികമായി അവിടെ ഉണ്ടാകുന്ന ആളുകൾ എന്തോ അവർ പ്രതികരിക്കാറുണ്ട്. അത് DYFI-യോ CPM-ഓ ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുത്തിട്ടല്ല. അപ്രഖ്യാപിതമായ ചില സംഭവങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവേണ്ടടുത്ത് പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചിലപ്പോൾ പോലീസ് ആക്ഷൻ മൃദുവായിട്ടാണെങ്കിൽ ചിലപ്പോൾ അതികഠിനമായിട്ടുള്ള പോലീസ് ആക്ഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ അല്ലല്ലോ. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ DYFI-ക്കാർ ഈ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെ പെരുമാറുന്നു. ഇന്നെന്താ കാട്ടാക്കടയിൽ സംഭവിച്ചത്? അഡ്വക്കേറ്റ് അനിൽകുമാർ, കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ വാഹനം വന്നുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത കൊടി ഉയർത്തി ഒരുപക്ഷെ വാഹനത്തിന് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം എന്താ ചെയ്യുന്നത്? ആ മുഖ്യമന്ത്രിയുടെ ബസ്സിന്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിൻ്റെ അടുത്തേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ എത്താതിരിക്കാൻ വേണ്ടി ഈ അവരുടെ അകമ്പടി വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കാലിലൂടെ എന്നുള്ളത് കാലിൽ മാത്രം പരിക്കേറ്റതുകൊണ്ട് നമ്മൾ പറയുകയാണ്. ആ വശത്തിലൂടെ ആ വാഹനം ഓടിക്കുന്നതിലൂടെ വേണമെങ്കിൽ ജീവാപായം വരെ ഉണ്ടാകുന്ന വിധത്തിലേക്ക് ആ പറയുന്ന വാഹനത്തിന് മാറാൻ കഴിയുമെന്നുള്ളതാണ്. ഇത്രമാത്രമൊക്കെ ആളുകളെ ഭയക്കേണ്ടതുണ്ടോ? ഇത്രമാത്രമൊക്കെ പ്രതിഷേധത്തെ ഭയക്കേണ്ടതുണ്ടോ? അവിടെ ഞങ്ങൾ പ്രതിഷേധത്തെ ഭയക്കുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ വ്യക്തമാക്കിയത്? KPC പ്രസിഡന്റ് പറഞ്ഞ എന്താ? ഞങ്ങളുടെ കുട്ടികൾ വണ്ടിയുടെ മുന്നിൽ ചാടി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കെന്താ? അപ്പോൾ വണ്ടിയുടെ മുന്നിലേക്ക് ആരെങ്കിലും ചാടണം. സുനിൽ കനകൂലു പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ദുർബല പശ്ചാത്തലത്തിലുള്ള ഒരാൾ, അത്തരം ഒരാളെ ഒരു രക്തസാക്ഷിയാക്കി കിട്ടിയാൽ സർക്കാരിനെതിരായി നമുക്ക് കത്തിക്കാം. അതിനുവേണ്ടി ഇവരെന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ അതിന് മുന്നിലേക്ക് ആളെ തള്ളിയിടാനോ ചാടാനോ തയ്യാറായി വരും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി സേവിക്കുന്നവരെന്താ നോക്കണത്? ആ വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാനും ആ വാഹനവുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടാകാതിരിക്കാനും അവർ മുമ്പിലും പിന്നിലും സഞ്ചരിക്കുന്നുണ്ട്, സൈഡ് കയറി ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ട്. ഇന്നെന്താ കാട്ടാക്കടയിൽ കണ്ടത്? ബഹുമാനപ്പെട്ട നികേഷ് കുമാർ അത് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ, ഒന്നുകൂടെ ദൃശ്യം കണ്ടാൽ പട്ടികയുണ്ടോ ഇവരുടെ കയ്യിൽ? കരിങ്കുടി കാണിക്കുന്ന പട്ടിക ഉപയോഗിച്ചാൽ കാട്ടാക്കടയിൽ പട്ടികയായിട്ട് വന്ന് കടന്നാക്രമണം നടന്ന് നമ്മൾ കണ്ടില്ലേ? അവിടെ തത്സമയത്ത് പ്രതിരോധം നടത്തിയുള്ള അവസ്ഥ എന്താണ്? അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, പലതവണ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. പോലീസുമായിട്ടുള്ള സംഘർഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തായിരിക്കുന്ന ഘട്ടത്തിലാണ്. ഇവിടെ ആ നിലയിലുള്ള പ്രതിഷേധത്തിന് മുകളിലൂടെ വണ്ടി കയറ്റി ആ പ്രതിഷേധത്തെ ചതച്ചരച്ച് കളയാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ നിലയിൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാകുമോ? അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഞങ്ങൾ വണ്ടി കയറ്റുമെന്നല്ല പറഞ്ഞത്. വണ്ടി അതുകൂടി വരുമ്പോൾ അതിൽ ആളുകൾ അതിൽ അടിപ്പെട്ട് പോയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കെന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ വണ്ടി കയറ്റുമെന്നല്ല. അപ്പം ഇവരുടെ അജണ്ട എന്താണ്? ഏറ്റവും ദുർബല ജീവിത പശ്ചാത്തലമുള്ള ഒരാളെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അതിലൂടെ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിന് ഒരു രക്തസാക്ഷി ഉണ്ടാക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്ന അജിമോൻ, ഞാൻ അജിമോനിലേക്ക് വരും കേട്ടോ. അതെ, അദ്ദേഹത്തിന്റെ നിലപാടാണ്. അദ്ദേഹം പ്രതിരോധത്തിലുള്ളത് ഭരണമുന്നണിയാണ്, അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ഭരണമുന്നണി. അദ്ദേഹം പറഞ്ഞോളൂ.
അതെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് ഇംഗിതം നടപ്പാക്കാൻ ഞങ്ങൾ നിന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അതിൻ്റെ രണ്ട് സൈഡിലും, ആ വാഹനത്തിൻ്റെ രണ്ട് സൈഡിലും യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുമ്പോൾ ഇപ്രകാരം ആരെങ്കിലും കരിങ്കൊടി കാണിക്കാനെന്ന വ്യാജേന മുട്ടയ്ക്കകത്ത് മുളക് പൊടിയാണെങ്കിലും അല്ല ബോംബാണെങ്കിലും അല്ല മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും സുനിൽ കനകോലു ഉപദേശിച്ചനുസരിച്ച് ഇറങ്ങിത്തിരിക്കുന്നു. ഇതിൽ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലൊന്നുമല്ല, സതീശൻ്റെ നിയന്ത്രണത്തിലല്ല ഇവരാരും കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കന്മാരുടെ നിയന്ത്രണത്തിലല്ല. എന്താണ് കേരളത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടതെന്ന് സുനിൽ കനകോലു തീരുമാനിച്ചു വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ടീം, ഒരു മാനേജ്മെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഓരോ ദിവസവും സംഭവങ്ങൾ തീരുമാനിക്കുന്നത്. കല്യാശ്ശേരിൽ ആരംഭിക്കാൻ അവരാ തീരുമാനിച്ചത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പോലീസോ ഗവൺമെന്റോ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. മാർഗം ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളതായി താങ്കൾ കാണുന്നില്ലേ? ഉദാഹരണത്തിന് മുളകുപൊടി നിറച്ച മുട്ട പോലീസിന് നേരെ എറിയുക, പട്ടിക മുളവടി എറിയുക, ഗോട്ടി അല്ലെങ്കിൽ ഗോലി എന്ന് വിളിക്കുന്ന ഗോട്ടി, വലിയ ഗോട്ടി, അത് പോലീസിനെതിരെ എറിയുക. കഴിഞ്ഞ ദിവസം പെപ്പർ സ്പ്രേ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ, മാത്രമല്ല VD സതീശനും K സുധാകരനും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇനി അടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന്. ഇന്നിപ്പോൾ K മുരളീധരൻ പറഞ്ഞു, നമ്മൾ കവിളത്തടി കിട്ടിയാൽ കരണക്കുറ്റി പുകയുന്ന വിധത്തിൽ തിരിച്ചടി കൊടുക്കണം എന്നുള്ളത്. നോക്കൂ, അങ്ങനെയൊക്കെ തീരുമാനിച്ച് അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അടി കുട്ടിയാൽ വാങ്ങുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ സണ്ണിക്കുട്ടി എബ്രഹാം? നികേഷ്, ഞാൻ ഈ കനകോലു എന്ന് പറയുന്നവൻ എന്തൊരു വിദ്വാനാണ്, എന്തൊരു അതിഭയങ്കരനാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അദ്ദേഹമാണത്രേ, അദ്ദേഹം താഴ്ന്ന പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ നമുക്ക് രക്തസാക്ഷിയായിട്ട് കിട്ടാതെ നമുക്ക് എന്തോ ചെയ്തുകളെ ആരോട് പറഞ്ഞെന്നായി പറയുന്നത്. കനകോലു ആണത്രേ തീരുമാനിക്കുന്നത്. ഇവിടെ ഓരോ ദിവസവും യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ത് ചെയ്യണം. നമ്മുടെ കൂട്ടത്തിലുള്ള അയ്യമോൻ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെത്തുമ്പം കരിങ്കൊടി കാണിക്കണം, കനകോലു എഴുതി ഇങ്ങോട്ട് അയക്കുന്നതനുസരിച്ച് പ്രവർത്തി. ഇതാരോടായി പറയുന്നത്? എവിടെയാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ ചെറുപ്പക്കാർ ഇവിടെ വന്ന് മരിച്ചുപോയാൽ നിങ്ങൾക്ക് എന്താന്ന് എവിടെയാ ചോദിച്ചത്? എനിക്ക് ഈ കോൺഗ്രസ്സുകാർ പറയുന്ന തല്ലെങ്കിൽ തല്ലിന് തിരിച്ചു തല്ലും, എനിക്ക് അതിനോടൊന്നും ഒരു യോജിപ്പൊന്നുമില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, തല്ലാൻ ഇറങ്ങിയാൽ അവർ അടി കൊണ്ട് ഓടത്തേ ഉള്ളൂ കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാവം പിള്ളേരെ അതിന് വിടണ്ട. അത് ഈ വെറുതെ ഈ വർത്തമാനം പറഞ്ഞാൽ ഈ വലിയ പിന്നെ വാഗ്വിലാസം കൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ കേരളത്തിലെ CPM-കാരോട് അല്ലെങ്കിൽ DYFI-ക്കാരോട് കൈകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മുഷ്ടിബലം കൊണ്ട് നേരിടാൻ ശ്രമിച്ചാൽ എവിടെ എത്താനാ? അത് പിന്നെ രാഷ്ട്രീയമായിട്ട് പറയുന്നു എന്നതിനപ്പുറത്ത് നമ്മളിത് നാളെ തീരുക, ഇവിടെ നാളെ തീരാൻ പോകുന്ന ഈ ആഘോഷ മഹാമഹത്തിൻ്റെ അവസാന ദിവസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിത് ഇതുകൊണ്ട് എന്തു ഗുണമാണ് ഉണ്ടായത്? താങ്കൾ പറഞ്ഞല്ലോ, പട്ടിക കണ്ടു, പെപ്പർ സ്പ്രേ കണ്ടു, അത് കണ്ടു. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധ പ്രകടനം ഏതെങ്കിലും ഒരാൾക്കൊരു ചെറിയ പരിക്കെങ്കിലും ഏൽപ്പിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇന്ന് നിങ്ങളെ ഞാൻ ഈ വിഷുവിലെ കണ്ടതാണ്. കറുത്ത കൊടി കാണിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുകയാ. അങ്ങനെയാണോ നിങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടത്? മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു കടലാസ് ചുരുട്ടി ആരെങ്കിലും എറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നികേഷിന് ഇതാണ് സർ നമ്മുടെ പിന്നെ രക്ഷാപ്രവർത്തനം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലേക്ക് വണ്ടി ഓടിച്ച് കാലിന് കൊണ്ടുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ പേപ്പർ ചുരുട്ടിയ ചെറുപ്പക്കാരിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുക. ഞാൻ പറഞ്ഞ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കറുത്ത കൊടി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആരെങ്കിലും പരിക്കേൽപ്പിച്ചിട്ടുണ്ടോ എന്ന എന്റെ ചോദ്യം, അല്ലാതെ നിങ്ങൾ അതെറിഞ്ഞോ ഇതെറിഞ്ഞോ എന്നുള്ളതല്ല ചോദ്യം. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ ഈ ആർഭാട വാഹനം ഇങ്ങനെ കടന്നു വരികയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. നികേഷനോട് ചോദിച്ചു, മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ആർഭാട വാഹനം കടന്നു വരുന്ന വാഹനത്തില് ഒരു പോറൽ, ആരെങ്കിലും ഒരു ഇരുമ്പ് കഷണം കൊണ്ടൊരു പോറലേൽപ്പിച്ചിട്ടുണ്ടോ സാർ? നികേഷ്, താങ്കൾ എന്തോ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, മുട്ടയ്ക്കകത്ത് എന്താ ബോംബ് വെച്ചെറിഞ്ഞെന്നൊക്കെ.
ഒരു പോറല്ല. നമ്മുടെ ഈ സാധാരണ നല്ല വണ്ടി കാണുമ്പോൾ ആളുകൾ നമ്മുടെ ഇരിക്കുന്ന സ്കൂട്ടറിന്റെ കീ കൊണ്ടൊന്ന് ഒരഞ്ഞങ്ങ് വിടും. അങ്ങനെ ഒരു ഉരസൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ തിരുവനന്തപുരത്ത് AKG സെന്ററിന് അടുത്ത് വെച്ച് ഗവർണറുടെ കാറ് തടസ്സപ്പെടുത്തിയ അല്ലെങ്കിൽ അവിടെ അത് തടഞ്ഞു നിർത്തിയ ആളുകൾ 75,000 രൂപയുടെ നഷ്ടം ആ വാഹനത്തിന് വരുത്തിയെന്ന് പറഞ്ഞത് ഞാനോ നികേഷോ അല്ല. ശ്രീ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ്. റിമാൻഡ് റിപ്പോർട്ടിലാണ് പറയുന്നത് 75,000 രൂപയുടെ നഷ്ടം വരുത്തിയിരിക്കുന്നു. ഈ 32 ദിവസം നടന്നു വന്ന ഈ ജാഥയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ടു എന്നുള്ളതല്ലാതെ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ അജിമോനെ ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഡയറക്ഷൻ കിട്ടിയത് കൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിന്റെ സംഘടനയുടെ പാർട്ടിയുടെ നിലപാടിയോട് ആദ്യം ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പോലും പിന്നെ നികേഷെ 2 കാലില്ലാത്തവർന്നൊന്നും പറയരുത്. ഒരു ഭിന്നശേഷിക്കാരന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവകാശമില്ലേ? അവർക്ക് സ്ഥാനങ്ങളിൽ, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, KC യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സംഭവവാസങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞതാ. നികേഷ് ഡൽഹിയിൽ ഉണ്ടായിരുന്നല്ലോ, പാർലമെന്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ജയപാൽ റെഡ്ഡിയെ കവർ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ അദ്ദേഹത്തിന്റെ ശേഷി എന്താണ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം നേരിട്ട അതിക്രമം എന്താണ് എന്ന് പ്രേക്ഷകർക്ക് വരച്ചു കാട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരെ അല്ല, നേരത്തെ എനിക്ക് മനസ്സിലായില്ല. നേരത്തെ അജിമോൻ കണ്ടലൂർ എന്ന് പറയുന്ന ആളോട് അദ്ദേഹത്തിന്റെ ഭിന്നശേഷി എന്താണ് എന്ന് വിശദമാക്കുന്നതിലൂടെ അദ്ദേഹം എന്ന് വരച്ചു കാട്ടുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഇപ്പൊ എന്താ? ഞാൻ നികേഷിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതിന്റെ രൂക്ഷതയിലേക്ക് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഞാൻ ആവർത്തിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ജയപാൽ റെഡ്ഡിയെ പോലുള്ള ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് റോളാണ് വഹിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് ആളൊരു ഭിന്നശേഷിക്കാരനായി പോയി എന്നുള്ളത് കൊണ്ട് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. താങ്കൾ കുറ്റപ്പെടുത്തിയെന്നല്ല, പ്രതിപക്ഷം അദ്ദേഹത്തെ എന്താ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നാൽ ചിലപ്പോൾ തല്ലുകൊള്ളുവന്ന്. അല്ല, ഭിന്നശേഷിക്കാർക്ക് എന്താ സമരത്തിൽ കാര്യം എന്നുള്ള ഇന്നലെ താങ്കളുടെ അഡ്വക്കേറ്റ് അനിൽകുമാർ അതിന് മറുപടി പറഞ്ഞു പോയാലേ എനിക്ക് പെട്ടെന്ന് അജിമോൻ കണ്ടലൂരിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ സാധിക്കും. ഭിന്നശേഷിക്കാർക്ക് എന്താ സമരത്തിൽ കാര്യം എന്ന് എങ്ങനെയാണ് ഒരു CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ചോദിക്കാൻ കഴിയുക? ഇക്കാര്യം സണ്ണിക്കുട്ടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം സണ്ണിക്കുട്ടിയിലേക്ക് വരാം. ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല. എല്ലാവരും പങ്കെടുക്കുന്നതിൽ അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പ്രതിരോധങ്ങൾ ഉണ്ടായ പോലെ തത്സമയത്ത് അവിടെ പ്രതികരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും ശാരീരികമായ വെല്ലുവിളി, ശാരീരികമായ വെല്ലുവിളി മനസ്സിലാക്കിയിട്ടാവാം, മനസ്സിലാക്കാതെ ആവാം അവിടെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ഓടി വരുന്നവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഇതുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങളുടെ അനുഭവം എന്താണ്? സഖാവ് പുഷ്പൻ ശാരീരികമായി തളർന്നു കിടക്കുന്ന അദ്ദേഹം പറഞ്ഞത് വേറൊരു വാക്കാണ്, പക്ഷെ ഞാൻ അത് ഒരു ഭിന്നശേഷിക്കാരന് എന്താണ് സമരത്തിൽ കാര്യമെന്ന്. 2, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. 2, ഭിന്നശേഷിക്കാരനായിട്ടുള്ള അജിമോൻ കണ്ടലൂരിനെ ഈ സമരത്തിലേക്ക് കൊണ്ടിരുത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ആ നിലയിൽ മുതലെടുപ്പ് നടത്താനാണെന്നാണ്. നോക്കൂ, നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ അജിമോൻ കണ്ടലൂർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഭിന്നശേഷിക്കാരനെ സമരത്തിൽ കൊണ്ടിരുത്തിയ ആ നിലയിലൊരു ഉപയോഗപ്പെടുത്തലിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി പോയിട്ടില്ലെങ്കിൽ പിന്നെ അണികൾ പോവുമോ? അപ്പോൾ ആ കാര്യത്തിലൊക്കെ തന്നെയും തെറ്റ് പറ്റിയിരിക്കുന്നു, പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് അനിൽകുമാർ താങ്കളെ പോലുള്ള ഒരാൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത്? അല്ല, അതിൽ അജിമോൻ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ,
അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ അവകാശമില്ല എന്ന് അദ്ദേഹം തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവകാശമുള്ളവർ വേറെയുണ്ട്, എനിക്ക് അവകാശമില്ല എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയതാണ്, ഞാൻ പറഞ്ഞിട്ടല്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ അനുഭവം എന്താണ്? കേരള കോളേജിൽ ഒരാളെ ഇവർ സ്ഥാനാർത്ഥിയാക്കി, അദ്ദേഹം ജയിച്ചിട്ടേ ഇല്ല, പക്ഷെ ഒരു കൂട്ടിന് ജയിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നു. SFIക്കാർ തോപ്പിച്ചു, എണ്ണി തോപ്പിച്ചു, എന്തെല്ലാം പ്രചരണം കേട്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ വൈകാരികമായി ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്. അത് തെറ്റാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യാകരണം മനസ്സിലാക്കാത്തത് കൊണ്ടല്ല. ഇപ്രകാരം ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ശരി, നമ്മൾ ഇ പി ജയരാജനിൽ കണ്ടത് എന്നുള്ളതാണ് താങ്കളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അതിനായിരുന്നു താങ്കളുടെ അടുത്തേക്ക് ഞാൻ മറുപടിക്കായി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നതിനിടെ വന്നത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ പൂർത്തിയാക്കുക. നമ്മളിപ്പോൾ എവിടെ നിർത്തിയെന്ന് പോലും വാസ്തവത്തിൽ ഞാൻ മറന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഈ ഭിന്നശേഷിക്കാരുടെ ശ്രീ ജയരാജൻ പറഞ്ഞ വാക്കുകൾ അതല്ല എന്ന് താങ്കൾ പറഞ്ഞു. അത് ആളുകൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ശ്രീ അനിൽകുമാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ കേരളവർമ്മ കോളേജ് എന്ന് പറഞ്ഞാൽ അത് SFIയുടെ ഒരു കേന്ദ്രമാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ എവിടെ നിർത്തി എന്നുള്ള കാര്യം ബോധ്യമാകുന്നില്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. നോക്കൂ, സദസ്സിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിഞ്ഞില്ല, സംഘടനാപരമായ ബദലുണ്ടാക്കാൻ കഴിഞ്ഞില്ല, തീരുമാനിച്ചത് അടിക്കാനാണ്. അപ്പോൾ അടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചുവെങ്കിൽ പിന്നെ അടി കൊള്ളാനും കൂടെ തീരുമാനിക്കണ്ടേ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? നിങ്ങളെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനൊരു ബദലാകാൻ അവരവരുടെ രീതിയിൽ ഒരു കുറ്റവിചാരണ നടത്താൻ തീരുമാനിച്ചു. താങ്കൾ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ പരാജയമായിരുന്നു, അവിടെ ആളുണ്ടായിരുന്നില്ല. എനിക്കതിന് മറുപടി പറയാനുള്ള ഒരു ഇതില്ല. കാരണം ഞാൻ അങ്ങനെ ഓരോ മണ്ഡലങ്ങളിൽ നടന്ന വിചാരണാ സദസ്സുകളൊന്നും ശ്രദ്ധിച്ചില്ല. മാധ്യമങ്ങൾ, താങ്കളുടേതടക്കമുള്ള മാധ്യമങ്ങൾ അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ ചർച്ചാ വിഷയം മുഖ്യമന്ത്രി നയിച്ച ഈ നവ കേരള സദസ്സാണ്. അത് ധൂർത്തല്ലെന്ന് അനിൽകുമാറിന് പറയാം. എത്ര കോടി രൂപയാണ് അതിന് ചെലവാക്കിയത്? താങ്കൾ പതിറ്റാണ്ടുകൾ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളല്ലേ? പിന്നെ എന്താണ് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇത് ബദൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഞാൻ അതിനാണ് മറുപടി പറയുന്നത്. അല്ല, SFIയിലേക്കൊക്കെ അത് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായി മാറും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിർബന്ധിക്കരുത് പ്ലീസ്. നോക്ക്, ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയമായി നേരിടാൻ കഴിഞ്ഞില്ല, സംഘടനാപരമായ ബദൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, തീരുമാനിച്ചിട്ടുള്ള താങ്കൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കൂ. താങ്കൾ പറഞ്ഞു ഇതിനൊരു സാറേ ബദൽ ഉണ്ടാക്കാൻ അവര് ഈ സദസ്സ്, ഇനി അതൊക്കെ പറയാമോ എനിക്ക് അറിഞ്ഞുകൂടാ, വീണ്ടും പറയുകയാണോ? ഈ നവകേരള സദസ്സ് നടത്തിയപ്പോൾ അവർ കുറ്റവിചാരണ സദസ്സ് നടത്തിയ പരാജയമാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, അടിക്ക് അടിയെന്നുള്ള പറയുന്ന ഒരു രീതി ശരിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു. കാരണം അടിക്കാൻ ആളുണ്ടെ അടിക്കാൻ ആളില്ല നികേഷ്, അതാണ് ഞാൻ പറയുന്നത്. നാളെ ഇവര് അടിച്ചൊതുക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ അടി കൊണ്ട് ഓടും കോൺഗ്രസ്സുകാരെന്നുള്ളതല്ലാതെ ഇതൊക്കെ വെറും ഇതിനെ വീൺവാക്കെന്ന് വേണേൽ പറയാം. അങ്ങനൊന്നും ഇതിനെ തടയാനോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ആശയപരമായിട്ട് തന്നെ നേരിടണം. അവരവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലാണ് ഈ അവസാന ദിവസം നാളെ തീരുമ്പോൾ. സാർ, താങ്കളല്ലേ താങ്കളുടെ ചാനൽ കൊടുത്ത വിഷ്വലിനെ പറ്റി പറഞ്ഞത്? ഞാനും അത് കണ്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വണ്ടി കയറ്റുന്നു. സർ, ഇത് സർക്കാർ പരിപാടിയാണ്, ഇത് CPMന്റെ പരിപാടിയല്ല. ഇത് നടത്തുന്നത് കേരള ഗവൺമെന്റാ. ആ കേരള ഗവൺമെന്റ് നടത്തുന്ന പരിപാടിയിലേക്ക് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ, ഇവിടുത്തെ പ്രജകളുടെ നടുവിലേക്ക് ഈ വാഹനം ഓടിച്ചു കയറുന്ന രാഷ്ട്രീയം ഇതിനെന്താ ബദൽ? താങ്കൾ പറയൂ. ഇങ്ങനെ ബലം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച്, പാർട്ടിയുടെ ശക്തി ഉപയോഗിച്ച് ഒരു പരിപാടിയുമായിട്ട് സർക്കാർ രംഗത്ത് വന്ന് എന്തുവാ ബദൽ? അതിനൊരു മറുചോദ്യം ഉണ്ടായാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യം വാഹനത്തിന് മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചിട്ടുള്ളത് എരിപുരത്ത് വെച്ചാണ്. എരിപുരത്ത് എന്ന് വെച്ചാൽ കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക്
വരുന്ന വഴിയിലാണ് യഥാർത്ഥത്തിൽ ഈ നിലയിൽ വാഹനത്തിന് മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്നത് അനുവദിക്കുകയും ആ വാഹനം അവിടെ തടഞ്ഞു നിർത്തപ്പെടുകയും ഒക്കെ ചെയ്താൽ യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റ് ഘടകങ്ങളൊക്കെ തന്നെയും അതേ രീതിയിലുള്ള സമരമാർഗങ്ങൾ ആവിഷ്കരിക്കാൻ നിർബന്ധിതമാകും. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഈ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടാൽ നമ്മൾ എന്താ പറയുക? നോക്കൂ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ കൂടി കഴിയാത്ത രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിൽക്കുന്നത് എന്നല്ലേ? അപ്പോൾ ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുമോ? അല്ലെങ്കിൽ അതിന് വഴിപ്പെട്ട് നിൽക്കാൻ ഇവർ ശ്രമിക്കുമോ? സാറേ, കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ കണ്ണൂര് ഓടിച്ചിട്ട് എറിഞ്ഞ രാജ്യമാണിത്. അത്ര വർഷങ്ങളൊന്നും ആയിട്ടില്ല. താങ്കൾ ഈ ബദലിനെ പറ്റി പറയുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എടുത്തു ചാടിയെന്ന് പറഞ്ഞു. ഈ എടുത്തു ചാടിയവരെ കൈകാര്യം ചെയ്യാൻ ആരാണ് ഡിവൈഎഫ്ഐക്കാരെ ഏൽപ്പിച്ചത്? ഇന്നലെ മിനിഞ്ഞാന്ന് താങ്കളുടെ ചാനലിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് പറഞ്ഞത്, ഞങ്ങള് കല്യാശ്ശേരിയിൽ നന്നായിട്ട് സൽക്കാരം നടത്തിയെന്നാ, നല്ല സൽക്കാരം കൊടുത്തു എന്ന്. ആ ഒരൊറ്റ വാക്കിലൂടെ ഇവിടെ മുഖ്യമന്ത്രിയും CPM-ഉം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങളെല്ലാം റദ്ദായിപ്പോയി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ആരായി കരിങ്കൊടി കാട്ടുന്നവര്? ഈ കാട്ടുപൊന്തയ്ക്ക് ഇടയിൽ ഒളിച്ചിരുന്നിട്ട് കാറ് അല്ലെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ ഒരു കറുത്ത കൊടി ഉയർത്തി കാണിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരാണോ? സാർ, എന്തിനാണ് സാർ അവരെ പേടിക്കുന്നത്? നിങ്ങൾ പ്രതിഷേധം എന്ന നിലയിൽ ഒരു വാഹനത്തിന് മുമ്പിലേക്ക് ആളുകൾ, ഞാൻ കണ്ടെടുത്തൊന്നും എടുത്തിയാടുന്നൊന്നും കണ്ടില്ല. ഇവർ ഈ പോലീസുകാർ പിടിച്ചുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ കൂടെ ഈ കൊടി വീശുന്നു, ഈ കൊടി കാണിക്കാൻ മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ എന്തിനാണ് സാർ ഈ 99 സീറ്റുമായി ഭരിക്കുന്ന എല്ലാ അധികാരങ്ങളും കൈവശമുള്ള ഒരു സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ എന്തിനാണ് പേടിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ? ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അജിമോൻ കണ്ടല്ലൂർ, നോക്കൂ, ഭിന്നശേഷിക്കാരൻ എന്ന നിലയിൽ ആനുകൂല്യം വേണ്ട എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. സംഘർഷം ഉണ്ടാകുന്ന കരിങ്കൊടി പ്രതിഷേധത്തിന് പോയാൽ സംഘർഷത്തിൽ താങ്കളും വിധേയമാകേണ്ടി വരും. അപ്പോൾ അത് ആ നിലയിൽ തന്നെ നമ്മൾ കാണുക. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധത്തിൽ നേരത്തെ KSU ആയിരുന്നപ്പോഴും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നപ്പോഴും താങ്കൾ പോകുന്നുവെന്ന്. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയും പറഞ്ഞിട്ടുള്ളത് അടിക്കാൻ തന്നെയാണ് ഞങ്ങൾ പുറപ്പാട് എന്നുള്ളതാണ്. അപ്പോൾ അടിക്കാൻ പുറപ്പെടുന്നവർ അടികൊള്ളുകയും വേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാരമ്യത്തിലാണോ നാളെ എത്താൻ പോകുന്നത് കേരളം എന്നുള്ളത് ആ പോലീസ് വിന്യാസത്തിലൂടെയുള്ള ആശങ്കയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ സംഘർഷം, അങ്ങനെ ഒരു അടിച്ചു തീർക്കൽ എന്ന സംഘർഷത്തിലേക്കാണോ കേരള രാഷ്ട്രീയം പോകാൻ പോകുന്നത്? അജിമോൻ കണ്ടല്ലൂർ. നികേഷ് കുമാർ, ഇവിടെ ഞങ്ങളുടെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കി, ഞങ്ങളെ കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അത് പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടും ഡിവൈഎഫ്ഐ ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളെ ഒരേ രീതിയിൽ ഞങ്ങൾ ഒരേ സമയത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് രണ്ടുപേരാണ്. പോലീസ് സർക്കാരുമുണ്ട്, സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസ് സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തുന്നു. അതോടൊപ്പം ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രി അഴിഞ്ഞാടുവാൻ മുഖ്യമന്ത്രി ലൈസൻസ് കൊടുത്തിരിക്കുക. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ ചെറിയ തുച്ഛമായ വരുമാനത്തിൽ നിന്നൊക്കെ ജീവിതമാർഗം കഴിയുന്നവരാണ്. നാളെ ഞങ്ങളുടെ വീട്ടിൽ ചെല്ലാൻ കഴിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരുടെ ജീവനോപാധി അടക്കം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചില പ്രതിരോധങ്ങൾ തീർക്കുമ്പോൾ നിങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കണ്ട. ഒരു കലാപ ആഹ്വാനത്തിന് ഒരു കാലത്തും കോൺഗ്രസിന്റെ പോഷക സംഘടനകളോ ഒരു കാലത്തും ആഹ്വാനം ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഡിവൈഎഫ്ഐക്കാര് എത്രയോ തവണ എത്രയോ ഇടങ്ങളിൽ എത്രയോ മണ്ഡലങ്ങളിൽ വെച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആക്രമിച്ചു. മുഖ്യമന്ത്രി അതിനെ എപ്പോഴെങ്കിലും വിലക്കിയോ? ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയല്ലേ? ഇവിടുത്തെ നിയമം കയ്യിലെടുക്കാൻ മുഖ്യമന്ത്രി ഡിവൈഎഫ്ഐക്ക് അധികാരം കൊടുത്തിരിക്കുക. EP ജയരാജന്റെ പ്രസ്താവന, എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് EP ജയരാജന്റെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ആക്രമിക്കാൻ വരുമ്പോൾ കൈയുണ്ടോ കാലുണ്ടോ എന്ന് നോക്കാറില്ല. അപ്പോൾ ഡിവൈഎഫ്ഐ ആക്രമിക്കുന്നു എന്ന് LDF കൺവീനറാണ് സമ്മതിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പ്രതിരോധിക്കണ്ടേ? ഞങ്ങളുടെ ജീവനിൽ കൊതിയില്ലേ? ഡിവൈഎഫ്ഐക്കാരെ പോലെ തന്നെയാണ്. അടി കൊള്ളുമ്പോൾ ഞങ്ങൾക്ക് നോവും. ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ കഴിയൂ. ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാതായാൽ പിന്നെ പ്രതിരോധിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
നിങ്ങളൊന്ന് ആലോചിച്ച് ആലപ്പുഴയിൽ പിന്നെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റേയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള അജയ് ജുവൽ കുര്യാക്കോസിന് അടക്കമുള്ളവരെ പോലീസ് സംവിധാനത്തിൽ പോലീസ് പ്രതിഷേധിക്കാൻ വന്നവരെ മാറ്റി നിർത്തിയിട്ട് പോലും പിണറായി വിജയൻ സംരക്ഷിക്കുന്ന, അല്ല അദ്ദേഹത്തിന് കുറച്ച് സ്പോൺസേഡ് ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ എന്നുള്ള നിലയിൽ ആ ഇന്നോവ കാറിൽ വന്നിറങ്ങി അവരെ വീണ്ടും ആക്രമിക്കുക കലിതീരെ. അപ്പൊ അത് കൃത്യമായ നിർദ്ദേശം, പ്രതിഷേധങ്ങളില്ലാതെ വ്യാമോഹത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു അല്ല നികേഷ് കുമാർ, ഞാൻ പറയുന്നത്, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, പറയൂ. അല്ല, ഞങ്ങളൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന് പ്രതികരിക്കുന്നവരാ. ഈ സംസ്ഥാനത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു, പ്രതികരിക്കാൻ ആർക്കും അവകാശം. ഞങ്ങളുടെ പ്രതികരണത്തിന് ഒരു അടിസ്ഥാനമില്ലാത്ത പ്രതികരണമാണോ നടക്കുന്നത്? ഈ നവകേരള സദസ്സ് നേരെ ഇത്രയധികം തുക, ലക്ഷക്കണക്കിന് രൂപ ഓരോ ദിവസവും ചിലവഴിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ, സർക്കാർ പ്രോഗ്രാം നടത്തുമ്പോൾ ഈ പൊതുജനങ്ങൾക്ക് ഇവിടെ നേരിട്ട് എന്താണ് പ്രയോജനം കിട്ടുന്നത്? ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയുമായി താങ്കളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയോ? പൊതുജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഇവിടെ നേരിട്ട് കിട്ടുന്നത്? അത് പൗരപ്രമുഖരെന്ന ഓമന പേരിട്ട് കുറച്ചുപേരെ അവിടെ വിളിച്ചിരുത്തി അവിടെ തന്നെ ഒരു വിവേചനത്തിന്റെ രാഷ്ട്രീയം, പുതിയൊരു രാഷ്ട്രീയമാണ് ഇവിടെ പറയുന്നത്. ഇതിനെയൊക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പൊ ഇവിടെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി വർഷങ്ങളായിട്ട് ചിലപ്പോൾ താറുമാറായി സാധാരണക്കാരൻ വീണ് നടുവൊടിഞ്ഞ റോഡുകൾ ഈ സംസ്ഥാനത്തുണ്ട്. ആ റോഡുകൾ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് രൂപ മുടക്കി നവീകരിക്കുക. സദസ്സിന്റെ സമാപന സമ്മേളനം നടക്കുന്നു. ഇന്നിപ്പോൾ കാട്ടാക്കടയിലും മറ്റും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ഒരു ഫൈനൽ പ്രിന്റ് എന്നുള്ള നിലയിൽ നാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് സംഭവിക്കുക എന്നറിയില്ല. നോക്കൂ, 10-35 ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം ആകെ സന്ദർശിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് ഒരു കലാപം കൊണ്ടുവന്നു എന്നല്ലാതെ നേരത്തെ അജിമോൻ ചൂണ്ടിക്കാണിച്ച പോലെ ആർക്കാണ് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയാക്കുകയാണ്. ഒന്നാമത്തെ ഗുണം, ഞങ്ങൾ കേരളത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്താണെന്നുള്ളത് കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള സർക്കാർ ആവത് പ്രവർത്തിക്കുന്നുണ്ട്, വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ വേണ്ട സമയത്ത് പൂർത്തിയാക്കാൻ ഞങ്ങൾക്കാവാത്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് കേരള സർക്കാരിന് മുന്നോട്ട് പോകാനാവാത്ത വിധം പ്രതിസന്ധി കേന്ദ്രമുണ്ടാക്കുന്നതുകൊണ്ടാണ്. അത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല, അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണ്. ഇത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കേരളം എടുത്ത നടപടികളുടെ ഭാഗമായി കേന്ദ്രത്തിന് നിലപാട് തിരുത്തേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് വന്നതിന് ശേഷം ഗവർണർക്ക് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സൂട്ട് കൊടുത്തപ്പോൾ കിബിയുടെ ഭാഗമായിട്ട് അവർ കടമെടുക്കുന്നതിൽ വെട്ട് ചെയ്ത് ഇപ്പോൾ ഭേദഗതി വരുത്തി കഴിഞ്ഞിരിക്കുന്നു. മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ സമരം വലിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ബസ് തിരുവനന്തപുരത്തല്ല നിർത്താൻ പോകുന്നത്, ഡൽഹിയിലേക്കാണ് പോകുന്നത്. ജനുവരി മാസം അവസാനം ഈ നവകേരള ബസ് അങ്ങ് ഡൽഹിക്ക് പോകുമ്പോഴാണ്. ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ബസ്സും വരുന്നുണ്ട്. ദൂരത്ത് ബസ്സാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഗുജറാത്തിലേക്ക് ജോഡോ യാത്രയുടെ 2ാമത്തെ പരിപാടി നടന്നല്ല, കുറേ ബസ്സിലെന്നാണ് പറയുന്നത്. നവകേരള ബസ്സിനെ കുറിച്ച് ഈ പറഞ്ഞതെല്ലാം അറം പറ്റി പോവും. ദൂരത്ത് ബസ് എന്നൊക്കെ ഇവിടെ കേട്ടു. ബഹുമാനപ്പെട്ട അതെ, പാർട്ടി ചെലവില്ല. ഇത് ഇത് മന്ത്രിസഭയാണ് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് ദൂരത്ത് ബസ് തന്നെയാണ് അനിൽകുമാർ സഞ്ചരിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. വന്നിട്ടുണ്ട്. അതെ 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 അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നമ്മൾ പറയേണ്ട തന്നെയാണ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇവിടെ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബസ് പിന്നാലെ സഞ്ചരിച്ച് പണം ഉപയോഗിച്ചുകൊണ്ടല്ലേ ചിലവഴിക്കുന്നത്. താങ്കളുടെ സമയം കഴിഞ്ഞു. ഇനി അനിൽകുമാർ, അത് കഴിഞ്ഞ ശേഷം സണ്ണിക്കുട്ടിക്ക് വേഗം പൂർത്തിയാക്കുക. അഡ്വക്കേറ്റ് അനിൽകുമാർ. ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാറ് പറഞ്ഞു കോൺഗ്രസ്സുകാർ ഇങ്ങനെ അടിക്കാണെന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞു. പിന്നെ ബോംബെറിയാൻ ഇറങ്ങണോ? AK സെന്ററിന് ബോംബെറിഞ്ഞു സാർ. എന്ത് പ്രകോപനമാ! പാതിരാത്രി ഗൂഢാലോചന നടത്തി AK സെന്ററിന് ബോംബെറിഞ്ഞവരാണ് കോൺഗ്രസ്സുകാർ. നിങ്ങൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ബസ്സിന് പോറൽ പോലും ഉണ്ടായില്ല. പോറിയാനുള്ള അവസ്ഥ എന്താ സാറേ? പോറിയാനുള്ള അവസ്ഥ എന്താണ്? നവകേരള ബസ്സിനിട്ട് പോറിയാനുള്ള അവസ്ഥ എന്താണ്? കേരളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്? അതുണ്ടാകാതിരിക്കാൻ പരമാവധി സംയമനം പാലിച്ച് ആ നവകേരള ബസ്സിന്റെ യാത്ര പൂർത്തിയാക്കാൻ ഞങ്ങൾ കൈകൂപ്പി തൊഴുതുകൊണ്ട് കേരളത്തോട് പറയുകയാണ്, ഇതിനെ തകർക്കാൻ, ഇതിനെ തടയാൻ, ഇതിനെ ഇല്ലാതാക്കാൻ
വല്ലാത്ത പരിശ്രമം നടത്തി. ഇതാ ഞങ്ങൾ വിജയ മകുടം പേറുകയാണ്. കേരളത്തിന് വേണ്ടിയുള്ള ത്യാഗനിർഭരമായ യാത്രയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ സമാധാനപരമായി കാര്യങ്ങൾ അവസാനിക്കും. കാരണം എന്നാ തട്ടിട്ട് തുള്ളിയാലും മിനിഞ്ഞാന്ന് കേരളത്തിന്റെ പോലീസ് സമ്മേളനം നടത്തി കണ്ടില്ലേ? മുളക് പൊടി പ്രയോഗിച്ചല്ലേ ഇന്നലെ അടിക്കുകയല്ലായിരുന്നു. ശരി, കുഴൽനാടല്ല ആരുടെ കുബുദ്ധി ഉണ്ടെങ്കിലും ഈ മുളക് പൊടി വന്നപ്പോഴാണ് പോലീസ് അടിച്ചത്. ഒരു സ്ത്രീയാണ് മുളക് പൊടി എറിയാൻ വേണ്ടി ആളെ കൊണ്ട് പോണത് സഞ്ചിക്കകത്ത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പരിപാടിയാ കനകോലു പറഞ്ഞു കൊടുക്കുന്നത്. കനകോലുവിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ല നികേഷേ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് കേരളത്തിന്റെ പ്രശ്നം ഇത് കേന്ദ്രമാണെന്ന് ധരിപ്പിക്കാൻ അല്ല അജിമാനോട് അവിടെ തീർക്കട്ടെ. കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, കേരളത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത് കേന്ദ്രമാണെന്ന് പറയാൻ, എന്താ ത്യാഗനിർഭരമായി കേരളത്തിന് വേണ്ടി ചെയ്യുക. എന്തിനാണ് സാർ ഈ കോടാനുകോടി രൂപ മുടക്കി കാസർഗോഡ് മുതൽ ഈ ആർപ്പാട് വണ്ടിയിൽ ഈ എഴുന്നള്ളത്തിന് എന്തിനാ സാർ? നികേഷേ, കഴിഞ്ഞ 7.5 കൊല്ലത്തെ PRDയുടെ ചെലവും PRD മുടക്കിയ തുകയും അതിനു മുമ്പത്തെ PRD LDF അടക്കമുള്ളവർ ഭരിക്കുമ്പോഴത്തെ PRDയുടെ തുകയും കൂടെ നോക്കിക്കോളൂ. എത്ര കോടി രൂപ ഈ സർക്കാരിന്റെ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ഇപ്പോ ഇത്രയും ദൂരം ഈ ആർഭാട ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ. ഒറ്റ ഗുണമുണ്ടായി. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരെയും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവരെയെല്ലാം ഒന്ന് പരിചയപ്പെടുത്താൻ സാധിച്ചു. അതാണ്. ഇത് ഡൽഹിയിലേക്ക് പോവുകയാണ് നികേഷേ, കൃത്യമായിട്ട് കുറിച്ച് വച്ചോണം. ഇത് ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക് മിക്കവാറും നരേന്ദ്രമോദി രാജിവെച്ച് ഗുജറാത്തിലേക്ക് പാഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ബസ് അങ്ങനെ പോവുകയാണ് ഇനി ഡൽഹിയിലേക്ക്. കേരളം ഇവിടെ പിടിച്ചടക്കി അശ്വമേധം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് ഈ വാഹനം എത്തുമ്പോൾ മിക്കവാറും ഇന്ത്യ മുന്നണിയും വേണ്ട, ഒന്നും വേണ്ട, ഖാർഗെയും വേണ്ട, മമതയും വേണ്ട, രാഹുൽ ഗാന്ധിയും വേണ്ട, മോഡി മിക്കവാറും രാജിവെച്ച് അതാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള പരിഹാസം. കേരളത്തിലെ ജനങ്ങള് കഴിഞ്ഞ 35 ദിവസം കണ്ടുകൊണ്ടിരിക്കുക. പ്രതികരിച്ചതിന് Debate with MV Nikesh Kumar.